എൻ ജീവനാഥനാം ശ്രീയേശുനാഥ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ ജീവനാഥനാം ശ്രീയേശുനാഥ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ പ്രാണനാഥനാം പൊന്നേശുദേവ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ പ്രാണനാഥനാം പൊന്നേശുദേവ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് ഒരു പക്ഷപാതക്കാരനെ സുഖപ്പെടുത്തിയ അവന്റെ വിശ്വാസത്തെ കുറിച്ചായിരുന്നു. ഈ ആഴ്ച ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യങ്ങൾ തുടങ്ങി നമ്മൾ വായിക്കുന്നു. പിറ്റന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. ഇത് നോക്കുക, യേശു നൈൻ പട്ടണത്തിലേക്ക് പോകുന്നു. യേശു പട്ടണത്തിനകത്തേക്ക് പോകുന്നു. യേശുവിന് കൂടെ വളരെ പുരുഷാരമുണ്ടെന്ന് അവിടെ പറയുന്നു. പുറത്തേക്ക് ഒരു മൃതശരീരം വഹിച്ചുകൊണ്ട് ഒരു വിലാപയാത്ര വരുന്നു. ആ കൂടെയും വളരെ പുരുഷാരമുണ്ടെന്ന് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ലോകത്തിന്റെ ഒരു ചിത്രമായിട്ട് കാണാൻ കഴിയും. യേശുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, യേശുവിനോട് ചേർന്നുള്ള ഒരു സംഘം. അവർ പട്ടണത്തിനകത്തേക്കാണ് പോകുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് പട്ടണത്തിന് പുറത്തേക്ക് ജീവന്റെ ദാതാവായ, ജീവന്റെ ഉറവിടമായ, ജീവന്റെ വാഹകനായ യേശു, ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും വരുന്ന യേശു, ആ യേശു പട്ടണത്തിനകത്തേക്ക് പോകുന്നു. അവനോട് കൂടെ വളരെ പുരുഷാരമുണ്ട്. ഇപ്പോൾ നമുക്ക് മൃതശരീരം വഹിച്ചുകൊണ്ട് ഒരു വിലാപയാത്ര പട്ടണത്തിന് പുറത്തേക്ക് വരുന്നു. അവരുടെ കൂടെയും വളരെ പുരുഷാരമുണ്ട്. ഇന്ന് ലോകം രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുക. കുറെ ആളുകൾ യേശുവിനോട് ചേർന്ന് ജീവന്റെ വാഹകരായി യേശുവിനോട് ചേർന്ന് പോകുന്നു. ക്രിസ്തീയ ലോകത്തേക്ക് നോക്കൂ. മൃതശരീരം അടക്കുവാൻ വ്യഗ്രതപ്പെട്ട് നടക്കുന്ന ഒരേ ആളുകൾ, മരണത്തിന്റെ ദൂതുകൾ, മരണത്തിന്റെ ആലോചനകൾ, മൃതശരീരമാണ്, ജീവനില്ല. യേശു നോക്കും ജീവന്റെ വാഹകനായി, ജീവനുമായിട്ട് യേശു പോകുന്നു. നമ്മൾ ഏത് കൂട്ടത്തിലാണ് ചേർന്ന് നടക്കുന്നത്, ചേർന്ന് നടക്കാൻ താല്പര്യപ്പെടുന്നത്? ഈ മൃതശരീരം വഹിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ നല്ല പുരുഷാരമുണ്ട്. അവരെല്ലാം നിർവികാരരാണ്, നിസ്സംഗരാണ്, ഒരു പരിധിവരെ നിസ്സഹായരുമാണ്. ഒന്നുറക്ക നിലവിളിക്കുവാൻ പോലും കഴിവില്ലാത്ത വിധം നിസ്സഹായതയിൽ, വിധിയുടെ ബലിമൃഗങ്ങൾ എന്ന പോലെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിർവികാരരായി, നിസ്സംഗരായി, നിശ്ചേഷ്ടരായി ഇതെല്ലാം അനുഭവിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന വിധത്തിൽ ജീവനില്ലാത്ത കണ്ണുകളോടുകൂടെ, പ്രത്യാശയില്ലാത്ത, നഷ്ടപ്പെട്ട മനസ്സോടെ, പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു കൂട്ടം ആളുകൾ. ഇന്ന് നിങ്ങളുടെ ജീവിതയാത്ര എങ്ങനെ ഇരിക്കുന്നു? പ്രതീക്ഷകളാൽ സമ്പന്നമായി, പ്രത്യാശാഭരിതമായി, ജീവന്റെ ഓജസ്സോടുകൂടെ, ഊർജ്ജസ്വലതയോടുകൂടെ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ അനുവചനീയമായ അനുഭൂതിയിൽ അതായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന യാത്ര. നിർഭാഗ്യവശാൽ നമ്മിൽ പല ആളുകളും പോകുന്നത് ഈ വിധവയുടെ മകന്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് പോകുന്ന ഈ കൂട്ടർ പോകുന്നത് പോലെയാണ്. അവർക്കറിയാം ഇത് തന്നെ സംഭവിക്കും, നാളെ അത് തന്നെ സംഭവിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ പുരുഷാരമാണ് അവളുടെ ഭർത്താവിനെ കൊണ്ടുപോയി അടക്കിയത്. കാരണം അവൾ വിധവയാണ്. അപ്പൊ അവർക്കറിയാം ഈ ആളുകൾ വന്നു തന്റെ ഭർത്താവിനെ കൊണ്ട് അടക്കി, അതിലപ്പുറത്ത് തന്റെ മകനും മറ്റൊന്നും സംഭവിക്കാനില്ല, അവനെയും അടക്കും. അവർ വളരെ തിടുക്കപ്പെട്ട് അവരും പോവുകയാണ്. പ്രതീക്ഷകളില്ല, അവർ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ യേശു അവർക്കെതിരെ വരികയാണ്. അപ്പൊ നിരാശയുടെ, നിസ്സഹായതയുടെ, നിസ്സംഗതയുടെ, നിർവികാരതയുടെ, ശവശരീരത്തിന്റെ നിർവികാരതയുടെ ശവമഞ്ചം, നിസ്സഹായതയുടെ, നിരാശയുടെ ഒരു ശവമഞ്ചം പേറിക്കൊണ്ട് ഇവിടെ കാണുന്ന യേശു അവിടെ ചെന്നു. യേശു ആ മഞ്ചം തൊട്ടു. മഞ്ചം ചുമക്കുന്നവർ നിന്നു. ഒരു കാരണവശാലും ചലനം നിൽക്കുകയില്ല, കുഴിയിൽ കൊണ്ട് അടക്കിയെങ്കിലേ ഇതിന്റെ ചലനം നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് വളരെ പെട്ടുപോകുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ പോയി. ഇനി ആ മഞ്ചത്തിനും തിരിച്ചൊരു ഗതിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളുകയാണ്. പക്ഷെ ആ മഞ്ചത്തെ യേശു തൊട്ടു. യേശു തൊട്ടപ്പോൾ ആ മഞ്ചം അവിടെ നിന്നു. ന്യായപ്രമാണം അനുസരിച്ച് മൃതശരീരത്തിലോ ശവമഞ്ചത്തിലോ ഒക്കെ തൊടുന്നവർ 7 ദിവസം അശുദ്ധരാണ്. പക്ഷെ യേശു തൊട്ടു. യേശു തൊട്ടപ്പോൾ ശവത്തിന്റെ അശുദ്ധി മാറി, ശവമഞ്ചത്തിന്റെ അശുദ്ധി മാറി. അവൻ ചാടി എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി.
പ്രിയമുള്ളവരെ, യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ചുറ്റും ശവമഞ്ചം ചുമന്നുകൊണ്ടുള്ള ഒത്തിരി യാത്രകൾ നമ്മൾ കാണുന്നു. ചില കുടുംബങ്ങൾ മഞ്ചത്തിലാണ്, ചില ബിസിനസ്സുകൾ ശവമഞ്ചത്തിലാണ്, ചില മാരേജ് ലൈഫുകൾ ശവമഞ്ചത്തിലാണ്, ചില ആളുകളുടെ ആത്മീയ ജീവിതം ശവമഞ്ചത്തിലാണ്, ചില ആളുകളുടെ ആരോഗ്യം ശവമഞ്ചത്തിലാണ്. മഞ്ചൽ പേറിക്കൊണ്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നൊക്കെ ഇതിനെതിര് ചെല്ലുന്ന ആ കൂട്ടത്തിൽ യേശു നിൽപ്പുണ്ട്. മഞ്ചം ചുമന്നുകൊണ്ട് വരുന്ന ഗ്രൂപ്പിൽ നിശ്ചയമായും പിശാച് കാണും. അന്ന് യേശു വിസിബിളായി ആ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് യേശു നമ്മുടെ കൂടെ ദൃശ്യരൂപത്തിലല്ല, ആത്മാവായിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളത്. അന്ന് പിശാച് ആത്മരൂപത്തിൽ ആ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രണ്ടു കൂട്ടത്തിലും പിശാചും യേശു ആത്മരൂപത്തിലാണ്. നമ്മൾ ഏത് ഗ്രൂപ്പിന്റെ കൂടെ നടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് യേശുവിന്റെ സംഘത്തിലേക്ക് ചേരാം. ഒരുപക്ഷെ നമ്മൾ ആ ശവമഞ്ചം ചുമന്നുകൊണ്ട് പലരെയും കൊണ്ട് ഇതിനോട് അടക്കി കാണും. പല ബിസിനസ്സുകളും, പല ജീവിതങ്ങളും, പല സ്വപ്നങ്ങളും, പല ആഗ്രഹങ്ങളും എല്ലാം കുഴിച്ചു മൂടുവാൻ നമ്മൾ കൂട്ടുനിന്ന് കാണും. പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയില്ലാതെ, നിരാശയോടെ, നിസ്സംഗതയോടെ, നിർവികാരതയോടെ നമ്മൾ കടന്നുപോയി നാളുകൾ, നമ്മുടെ മഞ്ചങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ചില മഞ്ചങ്ങളെ തൊടുവാൻ യേശുവിന്റെ ആത്മാവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ ചില മഞ്ചങ്ങളിൽ തൊട്ടാൽ ആ മഞ്ചങ്ങൾ അവിടെ നിൽക്കും. ചിലർക്ക് എഴുന്നേറ്റ് വരും. നോക്ക, ഈ മകൻ എഴുന്നേറ്റ് വരികയാണ്. മകൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ യേശു അവനെ അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശു അവനെ അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ അമ്മ അവനെ അണ്ടർടേക്കറിന്റെ ഏൽപ്പിച്ചാണ് ശവം അടക്കാൻ ചുമതലയുള്ള ആളുടെ. ശവത്തിന്റെ ഉടമസ്ഥൻ അയാളാണ് മഞ്ചം ചുമക്കാൻ നേതൃത്വം കൊടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉയർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശവം കൊണ്ടുപോകുന്ന ആളുടെ അല്ല യേശു അവനെ ഏൽപ്പിച്ചു കൊടുത്ത്. ഉയർപ്പിന്റെ വ്യാപാര ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തൊന്നിനും നിന്റെ മേൽ അവകാശമില്ല, ഈ ലോകത്തൊന്നിനും നിന്റെ മേൽ അധികാരമില്ല. പൗലോസ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പൗരത്വം പിന്നെ സ്വർഗത്തിലാണ്. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആ ഉയരത്തിലുള്ളതാണ് പിന്നെ നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്ന് കയറ്റിവിട്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്. 35,000 കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റുകളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ആകാശത്തിന്റെ വകയല്ല, അത് ഭൂമിയുടെ വകയാണ്. ആകാശഗോളങ്ങൾക്ക് ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാകാം, ഇതും തങ്ങളെ പോലെ ഒരു ഗോളമാണെന്ന്. ഒരിക്കലുമല്ല. ആ ഉപഗ്രഹങ്ങൾ ആ ഓർബിറ്റുകളിലൂടെ ചലിക്കുന്നുണ്ടെങ്കിലും അവയുടെ നിയന്ത്രണം ഇങ്ങ് ഭൂമിയിലാണ്. അവയുടെ ഉത്തരവാദിത്വവും കടപ്പാടും അവയുടെ ബന്ധവും അവയുടെ ഉത്തരവാദിത്വവും കടപ്പാടും എല്ലാം ഭൂമിയോടാണ്. ഭൂമിയിലുള്ള സാറ്റലൈറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് അവ പാലിക്കുന്നത്. അവയവിടെ പിടിക്കുന്ന പിക്ചറുകളും അവിടുന്ന് കിട്ടുന്ന സിഗ്നലുകളെല്ലാം ഭൂമിയിലേക്കാണ് അയക്കുന്നത്. ഭൂമിയിൽ നിന്നുള്ള സിഗ്നലുകളാണ് അവർ പ്രതികരിക്കുന്നത്, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ. അതുപോലെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങിക്കഴിയുമ്പോൾ, പൗലോസ്ലീഹയാണ് നമ്മളോട് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു വ്യക്തിയെ യേശു ഉയർപ്പിച്ചു കഴിഞ്ഞാൽ, യേശു എപ്പോഴും ചെയ്യുന്നു, യേശു ഇവനെ ഉയർപ്പിച്ചപ്പോൾ അവനെ അവന്റെ അമ്മയ്ക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അവിടെ വേറെ ആളുകളുടെ പള്ളിയിലച്ചൻ നിൽപ്പുണ്ടായിരിക്കാം, കുഴിവെട്ടുകാരൻ നിൽപ്പുണ്ടായിരിക്കാം, കരപ്രമാണി നിൽപ്പുണ്ടായിരിക്കാം, രാഷ്ട്രീയക്കാരൻ നിൽപ്പുണ്ടായിരിക്കാം, പ്രധാനികൾ നിൽപ്പുണ്ട്, പടയാളികൾ നിൽപ്പുണ്ട്, പലരും കാണും. പക്ഷെ അവരെ ആരെയുമല്ല യേശു ഏൽപ്പിച്ചത്. യേശു അവനെ അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, മീതെയുള്ള യെരൂശലേമോ അവൾ നമ്മുടെ അമ്മയാകുന്നു, അവൾ തന്റെ മക്കളോടുകൂടെ സ്വാതന്ത്ര്യത്തിലാണ് വസിക്കുന്നത്, സ്വതന്ത്രയാണ്. മീതെയുള്ള യെരൂശലേമിന് മക്കളുണ്ട്. പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു, മീതെയുള്ള യെരൂശലേമാണ് നമ്മുടെ അമ്മ. വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയോടുകൂടെ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ യു ബിലോങ് ടു ദാറ്റ് മദർ. നീ ആ മീതെയുള്ള യെരൂശലേം എന്ന സ്വാതന്ത്ര്യത്തിന്റെ മാതാവിന്റെ മകനാണ്. അപ്പൊ ഈ ഭൂമിയിലുള്ള ഒന്നും നിന്നെ നിയന്ത്രിക്കുന്നില്ല, സ്വാധീനിക്കുന്നില്ല. ഭൂമിയിലുള്ള ഒന്നിനോട് നീ കടപ്പെട്ടിരിക്കുന്നില്ല, ഒന്നിനാലും നീ നിയന്ത്രിക്കപ്പെടുന്നില്ല. പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ.
ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വീണ്ടും അടിമതത്തിൽ കുടുങ്ങിപ്പോകരുത്. ഈ ഭൂമിയിലുള്ള നിയമങ്ങളോ ഈ ഭൂമിയിലുള്ള വ്യക്തികളോ അങ്ങനെയുള്ള ബന്ധങ്ങളോ അതിൽ നിന്നെല്ലാം പരിപൂർണമായി സ്വാതന്ത്ര്യപ്പെടുത്തുന്നതാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനിയും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ദൈവത്തിന്റെ ദാസനായിരിക്കില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നുവോ? നിങ്ങളുടെ ചിന്ത ഒരു മനുഷ്യനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നാണോ, അതോ ഉയരത്തിലിരിക്കുന്ന കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം? നീ ഏതിന്റെ വകയായിരിക്കുന്നു? ഈ ഭൂമിയിലുള്ള ആരുടെയെങ്കിലും വകയാണോ? ഉയർപ്പിന്റെ വ്യാപാര ശക്തി വന്നിരിക്കുന്ന വ്യക്തിയെ യേശു ഉയരത്തിലുള്ള അമ്മയ്ക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സ്വർഗീയ യെരൂശലേമിലേക്ക്, സ്വാതന്ത്ര്യത്തിന്റെ യെരൂശലേമിലേക്ക്, മക്കളോടുകൂടെ സ്വാതന്ത്ര്യത്തിൽ വസിക്കുന്ന അമീതയുള്ള യെരൂശലേമിലേക്ക്. ആ യെരൂശലേമുമായിട്ടാണ് ബന്ധം, ഭൂമിയിലുള്ള ഒന്നുമായിട്ടുമല്ല. ഭൂമിയിലുള്ള ഒന്നിനാലും നിയന്ത്രിക്കപ്പെടാത്ത, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം. നമ്മൾ കാണുന്നുണ്ട്, ഒന്നിനാലും നിയന്ത്രിക്കപ്പെടാത്ത പരിപൂർണമായ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ നിലനിൽക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. അവിടെയാണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള പരിപൂർണ ബന്ധം. ആ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ നിലനിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് യേശു വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാൻ ആരംഭിക്കും. നമ്മിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാൻ ആരംഭിക്കട്ടെ. ഭൗമികമായ കെട്ടുപാടുകളിലല്ല, ഭൂമിയിലൊന്നുമായിട്ടുള്ള ബന്ധത്തിലല്ല, ഭൂമിയിലെ ഒരു ഉപദേശത്തിന്റെ അടിമത്തത്തിലുമല്ല. ഒന്നിനാലും അടിമപ്പെടാതെ, ഒന്നിനാലും നിയന്ത്രിക്കപ്പെടാതെ മീതെയുള്ള യെരൂശലേമെന്ന സ്വതന്ത്രയായിരിക്കുന്ന മാതാവിനോട് ചേർന്ന്, സ്വതന്ത്രയായിരിക്കുന്ന മക്കളോട് ചേർന്ന് വസിക്കുന്ന മീതെയുള്ള യെരൂശലേമെന്ന ആ സാക്ഷാൽ അമ്മയുടെ മകനായി ഈ ഭൂമിയിൽ നടക്കുവാൻ, ആ സ്വർഗീയ യെരൂശലേമിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ, ഭൂമിയിൽ ഇരുന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഓർബിറ്റ് ആകാശമണ്ഡലങ്ങളിൽ ചലിക്കുന്നത് പോലെ 35,000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്നെങ്കിൽ പോലും അത് ഭൂമിയോട് ഉള്ള ബന്ധത്തിൽ നിൽക്കുന്നത് പോലെ ആ സ്വർഗത്തിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് നയിക്കുവാൻ, നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരനുഭവത്തിലേക്ക്, അങ്ങനെ പുതുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അനേക ആളുകൾ മഞ്ചങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചങ്ങളിൽ ആസക്തികളുടെ ശവമഞ്ചമുണ്ട്, അഡിക്ഷൻസ് ശവമഞ്ചമുണ്ട്, ജഡികാസക്തികളുടെ, തിന്മകളുടെ, പാപപ്രലോഭനങ്ങളുടെ, രോഗങ്ങളുടെ, വിവിധ തരത്തിലുള്ള തകർച്ചകളുടെ ഒക്കെ ശവമഞ്ചവും നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാലും നിർത്തുവാൻ കഴിയാതെ, ആരാലും തടയപ്പെടാതെ, ആരും തടയുവാനില്ലാതെ, ആരും അതിനെ നിർത്തുവാനില്ല, അത് ആരും ചോദ്യം ചെയ്യാനില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ഇതുപോലെ മഞ്ചങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ ജീവന്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതേ ആത്മാവിന്റെ ശക്തിയോടുകൂടെ യേശു എങ്ങനെ ആ മഞ്ചത്തെ തൊട്ടോ അതുപോലെ ചില മഞ്ചങ്ങളിൽ തൊടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ കാണുന്നുണ്ട്, ചില കുടുംബങ്ങൾ അപ്പടി ചില മഞ്ചങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കും. ആ മഞ്ചങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നിസ്സംഗതയോടെ, നിസ്സഹായതയോടെ, നിർവികാരതയോടെ ഒരു കാഴ്ചക്കാരനായി നിൽക്കാതെ, നിന്നെ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് മീരെയുള്ള അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയോടെ നീ മുൻപോട്ട് കടന്നെന്ന് ആ മഞ്ചത്തിൽ തൊടുന്നെങ്കിൽ ആ മഞ്ചം അവിടെ നിൽക്കും. എങ്ങനെ ഈ അമ്മയുടെ മകൻ ആ ശവമഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റോ അതുപോലെ ആ ജീവിതങ്ങൾ ആ മഞ്ചങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന കാഴ്ച നിനക്ക് കാണുവാൻ കഴിയും. അങ്ങനെ യേശുവിന്റെ ശുശ്രൂഷ, ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയോടുകൂടിയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഈ നാളുകളിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനെ നമുക്ക് ഒരുങ്ങാം, അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ എൻ ജീവനാഥനാം ശ്രീയേശുനാഥ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ ജീവനാഥനാം ശ്രീയേശുനാഥ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ പ്രാണനാഥനാം പൊന്നേശുദേവ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.